ഡെവലപ്മെന്റ് എന്നുള്ള യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. എന്താണ് ഡെവലപ്മെന്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഡെവലപ്മെന്റ് പറഞ്ഞാൽ വികസനമാണ് അല്ലെ. വികസനം എന്ന് വെച്ചാൽ അത് പല രീതിയിലാവാം. നമ്മുടെ എക്കണോമിക്കലി ഫിനാൻസ്, നമ്മുടെ സമ്പത്ത് വളരുന്നതാവാം, അതേപോലെ തന്നെ നമ്മുടെ കൾച്ചർ ഡെവലപ്പ് ആവുന്നതാവാം. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഡെവലപ്മെന്റ് ആയിട്ട് കൂട്ടാം. സോ അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് ഡെവലപ്മെന്റ് എന്നുള്ളതിനെ രണ്ട് രീതിയിൽ നമുക്ക് വിശദീകരിക്കാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് നാരോ സെൻസ് ഓഫ് ഡെവലപ്മെന്റ്, പിന്നെ ഒന്നെന്ന് പറയുന്നത് ബ്രോഡർ സെൻസ് ഓഫ് ഡെവലപ്മെന്റ്. എന്താണ് നാരോ സെൻസ് ഓഫ് ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ ഇടുങ്ങിയ ചിന്താഗതി കൊണ്ട് വളരെ സൂക്ഷ്മമായിട്ട് പറയുമ്പോൾ എന്താണ് ഡെവലപ്മെന്റ് എന്ന് പറയാം. ഹൈ എക്കണോമിക് ഗ്രോത്ത് അല്ലെങ്കിൽ കംപ്ലീഷൻ ഓഫ് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ഓർ അറ്റൈനിങ് ദ ഡിഫൈനിങ് എയിം, ഇതൊക്കെ നമുക്ക് എന്തായിട്ട് കരുതാം? നാരോ സെൻസിൽ ഡെവലപ്മെന്റ് ആയിട്ട് കരുതാം. അതായത് ഹൈ എക്കണോമിക് ഗ്രോത്ത്, ഒരു സാമ്പത്തിക വളർച്ചയാണ് എന്തെന്ന് പറയുന്നത് ഡെവലപ്മെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ദ ഡെവലപ്മെന്റ് ഈസ് യൂസ് ടു മീൻ അച്ചീവിംഗ് ഹയർ റേറ്റ് ഓഫ് എക്കണോമിക് ഗ്രോത്ത്, അച്ചീവിംഗ് സർട്ടൻ ടാർഗറ്റ്സ്, കംപ്ലീഷൻ ഓഫ് പ്രോജക്ട്സ് എക്സെട്ര. മനസ്സിലായില്ലേ? അപ്പൊ ഒരു ഡെവലപ്മെന്റ് അച്ചീവിംഗ് ഹയർ റേറ്റ് ഓഫ് എക്കണോമിക് ഗ്രോത്ത് എന്താണ്? സാമ്പത്തിക വളർച്ചയാണ് വികസനം എന്ന് നമുക്ക് നാരോ സെൻസിലൂടെ പറയാം. അതേസമയം ബ്രോഡർ സെൻസിൽ പറയുന്നത് എന്താണെന്ന് നോക്കൂ. ദ ഡെവലപ്മെന്റ് മീൻസ് ഇംപ്രൂവിംഗ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് ദി പീപ്പിൾ. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക, ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇംപ്രൂവ്മെന്റ് ഓഫ് ലൈഫ്, അതാണ് വികസനം എന്ന് വേണമെങ്കിൽ ബ്രോഡർ സെൻസിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതായത് പ്രോഗ്രസ് ഓഫ് സോഷ്യോ എക്കണോമിക് ആൻഡ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഫീൽഡ് ടു എൻഹാൻസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓഫ് പീപ്പിൾ. ജനങ്ങളുടെ ജീവിത സാഹചര്യം കുറച്ചും കൂടി മെച്ചപ്പെടുത്തുന്നതിനെയാണ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുക? വികസനം എന്ന് പറയാൻ പറ്റുകയെന്നാണ് ബ്രോഡർ സെൻസിൽ പറയുന്നത്. അപ്പൊ എന്താണ് ഡെവലപ്മെന്റ് എന്നുള്ള വാക്കിന് രണ്ടർത്ഥമുണ്ട്. ഒന്നെന്ന് പറയുന്നത് നാരോ സെൻസിൽ പറയുമ്പോൾ എക്കണോമിക് ഗ്രോത്ത്, ബ്രോഡർ സെൻസിൽ പറയുമ്പോൾ എന്താണ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് പീപ്പിളിനെ ഇംപ്രൂവ് ചെയ്യുക, എൻഹാൻസ്മെന്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. ഓക്കെ, അപ്പോൾ ഒരുപാട് ചാലഞ്ചസ് നമ്മുടെ ഈ ഡെവലപ്മെന്റ് നേരിടുന്നുണ്ട് അല്ലെ. ഇപ്പൊ വികസനം എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ചാലഞ്ചസ് ഓരോ വികസനവും നേരിടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇൻ മോസ്റ്റ് ഓഫ് ദ കോളനീസ് ഓഫ് ഏഷ്യ ആൻഡ് ആഫ്രിക്ക ഇൻക്ലൂഡിംഗ് ഇന്ത്യ എൻറ്റർ ടു ദ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ആഫ്റ്റർ ഇൻഡിപെൻഡന്റ്. അപ്പൊ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ശേഷമാണ് ഓരോ രാജ്യങ്ങളും എന്ത് ചെയ്യുന്നത്? അവരുടെ വികസന പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇന്ത്യയുടെ കാര്യം വെച്ചാൽ നമുക്ക് പറയാം. ഇന്ത്യ എന്ന് പറഞ്ഞാൽ 1948 സ്വാതന്ത്ര്യം കിട്ടുന്നത്. അതിന് ശേഷമാണ് ഇന്ത്യ ഒരു ഡെവലപ്മെന്റ് എന്നുള്ള ആ ഒരു തിങ്കിങ്ങിലേക്ക് തന്നെ വരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള രാജ്യങ്ങള് ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്, ചാലഞ്ചസ് നേരിട്ടിട്ടുണ്ട്. ഫോർ വാട്ട്? ദി ഡെവലപ്മെന്റിന് ഒരുപാട് ഇഷ്യൂസ് നേരിട്ടിട്ടുണ്ട്. അതിനു മുമ്പ് ഒന്ന് പറയട്ടെ, നമ്മൾ ഈ ഒരു കോളനൈസേഷന് ശേഷം രാജ്യങ്ങളെ ഒരു 3 രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഡെവലപ്ഡ് കൺട്രീസ്, ഡെവലപ്പിംഗ് കൺട്രീസ്, അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ്. എന്താണ്? വികസിത രാജ്യങ്ങളുണ്ട്, വികസ്വര രാജ്യങ്ങളുണ്ട്, വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുണ്ട്. ഇങ്ങനെ 3 കാറ്റഗറി ഉണ്ട്. അപ്പൊ ഇന്ത്യ ഒക്കെ ഈ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഡെവലപ്പിംഗ് കൺട്രീസിൽ വരുന്ന ഒരു രാജ്യമാണ്. ഓക്കെ, അത് മനസ്സിലാക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള രാജ്യങ്ങളിൽ പ്രധാനമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഡെവലപ്മെന്റ് നേരിട്ടിട്ടുണ്ട്. അതായത് ഒരു രാജ്യത്ത് വികസനം വരണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടുന്ന് പോവേർട്ടി ഇല്ലാണ്ടാവണം, അൺഎംപ്ലോയ്മെന്റ് ഇല്ലാണ്ടാവണം, ഇല്ലിറ്ററസി ഇല്ലാണ്ടാവണം. മനസ്സിലായില്ലേ? അപ്പോ ഇവിടെ ഈ രാജ്യങ്ങളൊക്കെ നേരിട്ട പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് പോവേർട്ടി ആയിരുന്നു. അതായത് ദാരിദ്ര്യം അല്ലെ. ദാരിദ്ര്യം വലിയൊരു പ്രശ്നമാണ്. നമുക്ക് ജീവിക്കാനുള്ള ഒരു വസ്തുവകയോ ഒന്നും ഇല്ലാത്ത അവസ്ഥയാണെന്ത് പോവേർട്ടി എന്ന് പറയുന്നത്. ആവശ്യത്തിന് മനുഷ്യന് വേണ്ട ഭക്ഷണമോ താമസ സൗകര്യമോ ഒന്നും ഇല്ലാത്ത അവസ്ഥയാണെന്ത് പോവേർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ രാജ്യങ്ങളിലൊക്കെ പോവേർട്ടി വളരെ അധികമായിരുന്നു. അതുപോലെ അൺഎംപ്ലോയ്മെന്റ്, ജോലി എന്ന് പറയുന്നത് ഏതൊരു കുടുംബത്തിന്റെയും പ്രധാനപ്പെട്ട ആവശ്യമാണ് അല്ലെ. ജോലി ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പോവേർട്ടി ഇല്ലാണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഡെവലപ്മെന്റ് ചാലഞ്ചസ് ആണ് ഈ പറയുന്നത്. എന്തൊക്കെയാ? പോവേർട്ടി, അൺഎംപ്ലോയ്മെന്റ്, ഇല്ലിറ്ററസി. ഇല്ലിറ്ററസി എന്ന് പറഞ്ഞാൽ എന്താണ്? വിദ്യാഭ്യാസം ഇല്ലാത്ത അവസ്ഥ. ഇപ്പൊ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലല്ലേ ജോലി കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പൊ വിദ്യാഭ്യാസം ഇല്ലാത്ത അവസ്ഥ. അപ്പോ ഇതെന്ത് ചെയ്തു? ഓരോ രാജ്യത്തിന്റെ വികസനം ബാക്കോട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ പ്രധാന പ്രോബ്ലംസ് ആയിട്ട് മാറി. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ട് ഈ ഗവൺമെന്റുകൾ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇന്ത്യ, അതായത് ഈ കോളനൈസേഷന് ശേഷം സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യങ്ങൾ എന്ത് ചെയ്തു?
ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അതായത് ടു ഓവർകം ദിസ് പ്രോബ്ലംസ് ഗവൺമെന്റ് സപ്പോർട്ടഡ് ദ അഗ്രികൾച്ചറൽ എഡ്യൂക്കേഷണൽ ആൻഡ് ഇൻഡസ്ട്രിയൽ റിഫോംസ്. അതായത് വെസ്റ്റേൺ മോഡലുകൾ കോപ്പി ചെയ്തുകൊണ്ട്, അതായത് ഈ ഡെവലപ്ഡ് കൺട്രീസ് എന്ന് ഞാൻ പറഞ്ഞ വിഭാഗം ഉണ്ടല്ലോ, അവർ ഒരുപാട് കാര്യങ്ങൾ ആ രാജ്യത്ത് ചെയ്തിട്ടുണ്ടാവാം. അത്തരത്തിലുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ രാജ്യങ്ങളിലും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാ ഇത്തരത്തിലുള്ള രാജ്യങ്ങളും ശ്രമിച്ചു. അതായത് ഈ ഡെവലപ്പിംഗ് കൺട്രീസ് ഡെവലപ്ഡ് കൺട്രീസിനെ കോപ്പി അടിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പൊ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് ദേ ഗീവ് മോർ സപ്പോർട്ട് ടു അഗ്രികൾച്ചർ എഡ്യൂക്കേഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ റിഫോംസ്. അപ്പോൾ കൂടുതലായിട്ട് കൃഷിക്കും അതുപോലെ വിദ്യാഭ്യാസത്തിനും ഇൻഡസ്ട്രീസിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്തു. അപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് ഫോംഡ് പ്ലാനിംഗ് കമ്മീഷൻ ഫോർ ദി ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ്. അപ്പൊ ഇന്ത്യ അതിന് വേണ്ടിയിട്ട് പ്ലാനിംഗ് കമ്മീഷനെ ഫോം ചെയ്തു. അതുപോലെ ഫസ്റ്റ് ഇയർ പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പഞ്ചവത്സര പദ്ധതി. അപ്പോൾ ഈ പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഗവൺമെന്റിന്റെ വർഷം മൊത്തം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യും. അതായത് ഈ ഒരു കാര്യത്തിൽ അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് ഇൻഡസ്ട്രീസിനും അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ അഗ്രികൾച്ചറിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവര് ഒരുപാട് ശ്രമിച്ചു. അതുപോലെ എന്ത് ചെയ്തു? സ്റ്റീല്, അതുപോലെ ഫെർട്ടിലൈസേഴ്സ്, എന്താണ് വളങ്ങൾ നിർമ്മിക്കാനും സ്റ്റീല് പോലെയുള്ള മെറ്റൽ നിർമ്മിക്കാനൊക്കെ കൂടുതൽ ഗവൺമെന്റ് ഫണ്ട് കൊടുക്കുകയും അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്തു. അതുപോലെ ഡാമുകൾ പണിതു. പ്രധാനമായിട്ട് ഡാമുകൾ, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഇൻഡസ്ട്രീസ്, മൈനിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരുന്നു കൂടുതൽ ഗവൺമെന്റ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് മൈനിങ് പ്രൊജക്റ്റുകളും ഡാമുകളൊക്കെ ഉണ്ടാവാൻ വേണ്ടി തുടങ്ങി. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബക്രാദങ്കൽ ഡാം, ഫസ്റ്റ് ഇന്ത്യയിലെ ഡാമാണ് ബക്രാദങ്കൽ. ബക്ര നാങ്കൽ ഡാം എന്നൊക്കെ പറയുന്ന ഡാംസ് ഒക്കെ ഇന്ത്യയിൽ ഉണ്ടായി. അപ്പൊ അത്രയും കാലം ഡാംസ് ഒക്കെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ വെസ്റ്റേൺ മോഡലിനെ കോപ്പി അടിച്ചിട്ടാണ് നമ്മൾ ഡാമുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയത്. അതുപോലെ പിന്നെന്ന് പറയുന്നത് SC/ST വിഭാഗങ്ങൾ, SC/ST OBC പോലെയുള്ള വിഭാഗങ്ങൾക്കൊക്കെ സംവരണം ഏർപ്പെടുത്തി, റിസർവേഷൻ ഏർപ്പെടുത്തി. അപ്പൊ റിസർവേഷൻ ഏർപ്പെടുത്തുമ്പോൾ എന്തുണ്ടാവും? അവർക്ക് കൂടുതലായിട്ട് മുന്നോട്ട് വരാൻ വേണ്ടി സാധിക്കും. എഡ്യൂക്കേഷണൽ ആയാലും എംപ്ലോയ്മെന്റ് ആയാലും അവർക്ക് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കിട്ടാൻ വേണ്ടി തുടങ്ങി. സോ ദ റിസർവേഷൻ ഗിവൺ ഫോർ ദി SC/STs ആൻഡ് OBs. ഓക്കെ, അതിനുശേഷം പിന്നീട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദർ ഇസ് നോ മച്ച് എഫക്റ്റീവ് അഡ്വാൻറ്റേജ് ഫ്രം ഓൾ ദീസ് സെക്ടർ. അതായത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും, അതായത് SC/STക്ക് റിസർവേഷൻ കൊടുത്തിട്ടായാലും ഇൻഡസ്ട്രീസ് ഉണ്ടാക്കിയിട്ടായാലും എന്ത് ചെയ്തിട്ടും എന്തുണ്ടായില്ല, ഒരു വിചാരിച്ചത്ര ഡെവലപ്മെന്റ് രാജ്യത്ത് ഉണ്ടായില്ല. കാരണം എന്താണ്? എല്ലാം വെസ്റ്റേൺ കോപ്പീഡ് ആണ് അല്ലെ. ഇപ്പൊ വെസ്റ്റേൺ കോപ്പീഡാണ് നമ്മളെ രാജ്യത്ത് ഇതൊക്കെ നടപ്പിലാക്കിയാലും പക്ഷെ അതൊന്നും ഒരു വിചാരിച്ചത്ര സക്സസ്ഫുൾ ഇല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് നമുക്ക് ഉണ്ടായില്ല. ദർ ഇസ് നോ മോർ എഫക്റ്റീവ് അഡ്വാൻറ്റേജസ് ഫ്രം ദി ഓൾ ഓഫ് ദ സെക്ടർ. സോ അപ്പൊ ഇന്ത്യൻ മോഡല്, ഇത്തരത്തിലുള്ള മോഡലിൽ നിന്ന് കിട്ടിയ ക്രിറ്റിസിസംസ് ആണ് അടുത്തത് പറയാൻ പോകുന്നത്. ക്രിറ്റിസിസം ഫോർ ദി ഡെവലപ്പിംഗ് മോഡൽസ്. ഇത്തരത്തിലുള്ള മോഡൽസ് നേരിട്ട ക്രിറ്റിസിസംസ്, വിമർശനങ്ങളാണ് അടുത്തത് പറയാൻ പോകുന്നത്. സോ ഒരുപാട് നേരിട്ടിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഹൈ ലെവൽ ഓഫ് ബോറോയിങ് ബൈ ഡെവലപ്പിംഗ് കൺട്രീസ് ലെഡ് ദം ടു ഡെപ്റ്റ് ട്രാപ്പ്. അതായത് ഒരുപാട് കടം വാങ്ങേണ്ടി വരും അല്ലെ. ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയതേ ഉള്ളൂ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾക്ക്. അപ്പോൾ പെട്ടെന്ന് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ കടങ്ങൾ ഒരുപാട് വാങ്ങേണ്ടി വരും. ഇത്തരം കടങ്ങൾ വാങ്ങിയിട്ട് രാജ്യം വലിയൊരു കടക്കണിയിലായിട്ട് മാറി. ഒന്നാമത്തെ ക്രിറ്റിസിസം ഇതാണ്. എന്താണ്? ഹൈ ഡെപ്റ്റ് രാജ്യങ്ങൾക്ക് ഉണ്ടായി. ഒരുപാട് കടം വാങ്ങിയോണ്ട് തന്നെ ഒരുപാട് കടക്കെണി ഇന്ത്യക്ക് ഉണ്ടായി, ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾക്ക് ഉണ്ടായി. പിന്നെ ഒന്നെന്ന് പറയുന്നത് ബെനഫിറ്റ് ഓഫ് ഗ്രോത്ത് വെർ എൻജോയ്ഡ് എ സ്മോൾ സെക്ഷൻ ഓഫ് ദി പോപ്പുലേഷൻ. അപ്പൊ ഇത്തരത്തിലുള്ള വളർച്ച കൊണ്ട് ചെറിയൊരു സമൂഹത്തിലെ ചെറിയൊരു വിഭാഗത്തിന് മാത്രമേ എന്ത് ചെയ്തുള്ളൂ? ബെനഫിറ്റ് ഉണ്ടായുള്ളൂ. അതായത് ബെനഫിറ്റ് ഓഫ് ഗ്രോത്ത് വെർ കൺസേൺഡ് ബൈ എ സ്മോൾ സെക്ഷൻ ഓഫ് ദി പോപ്പുലേഷൻ. ചെറിയൊരു വിഭാഗത്തിന് മാത്രമേ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് എന്ത് ചെയ്തുള്ളൂ? കൂടുതൽ അവർക്ക് വേണ്ടി കൂടുതൽ ബെനിഫിറ്റ് കിട്ടിയത് ചെറിയൊരു വിഭാഗത്തിന് വേണ്ടി മാത്രമാണ്. മെനി പീപ്പിൾ, പെർട്ടിക്കുലർലി ദ വോയിസ്ലെസ് ആൻഡ് പവർലെസ്, വെയർ മാർജിനലൈസ്ഡ്. അതായത് കുറച്ചു പേർക്ക് എല്ലാ കാര്യങ്ങളും എന്താണ് ബെനിഫിറ്റ് ആയിട്ട് മാറി, കുറെ പേര് എന്ത് ചെയ്തു? ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചു. അതോടുകൂടി എന്തുണ്ടായി? അവര് മാർജിനലൈസ്ഡ് ആയി. അവരെ എന്താണ് ഒരു സെക്കൻഡ് സിറ്റിസൺ ആയിട്ട് മാറുന്ന രീതിയിലേക്ക് മാറി.
പിന്നൊന്ന് പറയുന്നത് ഇൻഡസ്ട്രിയലൈസേഷൻ ഡാമേജ്ഡ് ദി എൻവയോൺമെന്റ്. എന്ത് ചെയ്തു? ഇൻഡസ്ട്രിയലൈസേഷൻ എന്തുണ്ടാക്കി? നമ്മുടെ പ്രകൃതിയെ നശിപ്പിച്ചു. ഓക്കെ, ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് തന്നെ അറിയാം, പലതരത്തിലുള്ള വ്യവസായങ്ങൾ നടക്കുമ്പോഴാണ് അവിടുത്തെ വെള്ളത്തിന്റെ അളവ് കുറയും. അതുപോലെ തന്നെ ഒരുപാട് എന്താണ് പെസ്റ്റിസൈഡ്സ് പോലെയുള്ള വസ്തുക്കൾ, വിഷവസ്തുക്കളൊക്കെ പുറത്തേക്ക് വിടും. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യും? എൻവയോൺമെന്റിനെ കൂടുതലായിട്ട് ബാധിക്കും. സോ ദ ഇൻഡസ്ട്രിയലൈസേഷൻ ഡാമേജ് ദി എൻവയോൺമെന്റ്. മനസ്സിലായില്ലേ? പ്രകൃതിയെ ഒരുപാട് ഈ വ്യവസായവൽക്കരണം ബാധിച്ചു. അടുത്തെന്ന് പറയുന്നത് യൂസസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ്, പോയ്സൺസ് ഓൺ ദി ലാൻഡ്. എന്ത് ചെയ്തു? ഈ അഗ്രികൾച്ചർ മോഡേണൈസ് ചെയ്തല്ലേ, പലതരത്തിലുള്ള കാര്യങ്ങൾ കൃഷിയിൽ കൊണ്ടുവരാൻ തുടങ്ങി. അതായത് രാസവളം ഉപയോഗിക്കാം, മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്തു? അത് കൂടുതൽ ഭൂമിനെ പൊല്യൂട്ട് ചെയ്തു എന്ന് മനസ്സിലാക്കുക. അതായത് ഇപ്പോ രാസവളം ഒരുപാട് ഉപയോഗിക്കുമെന്നുണ്ടാവും, ആ മണ്ണിലെ തവളകൾ ഉണ്ടാവും, കുഞ്ഞു കുഞ്ഞു ജീവികൾ ഉണ്ടാവും, അതൊക്കെ ചത്തുപോകും. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ആ മണ്ണ് പോയ്സണസ് ആയിട്ട് മാറാനുള്ള കാരണമായിട്ട് മാറും. ഓക്കെ, ഇതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ക്രിറ്റിസിസം ഓഫ് ഡെവലപ്മെന്റ് മോഡൽസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അതെന്തായാലും നന്നായിട്ട് പഠിക്കണം. ഇതിലെ നെക്സ്റ്റ് ടോപ്പിക് ആണ് സോഷ്യൽ കോസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ്. സോഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാമൂഹിക ചെലവ്. അതായത് ഡെവലപ്മെന്റ് വഴി സമൂഹത്തിന് എന്തൊക്കെയാണ് നടന്നതെന്നുള്ള കാര്യമാണ് പറയുന്നത്. ദ ഡെവലപ്മെന്റ് ഹാസ് എക്കണോമിക് ബെനിഫിറ്റ്സ് സച്ച് എസ് ഹയർ എംപ്ലോയ്മെന്റ്, ഹയർ ഇൻകംസ് എക്സെട്ര. അപ്പോൾ എന്താണ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ? എന്താണ്? എക്കണോമിക്കൽ ഡെവലപ്മെന്റ് എന്തായാലും ഉണ്ടാവും അല്ലെ? എന്താണ്? പല രീതിയിൽ അത് സംഭവിക്കാം. അപ്പോൾ സമൂഹത്തിന് എന്തൊക്കെയാണ് ഡെവലപ്മെന്റ് കൊണ്ട് സംഭവിക്കുന്നതെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഈ പോയിന്റുകൾ ഓർത്തു വെക്കാം. ഫസ്റ്റ് വൺ, സോഷ്യൽ കോസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് മീൻസ് ഹൗ ടു എഫക്ട് ദ പീപ്പിൾ. അപ്പൊ ഈ സോഷ്യൽ കോസ്റ്റ് ഓഫ് എഫക്ട് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ജനങ്ങളെ ഈ ഡെവലപ്മെന്റ് എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഈ സോഷ്യൽ കോസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോഷ്യൽ കോസ്റ്റ് ഓഫ് ഡെവലപ്പ് മീൻസ് ഹൗ ടു എഫക്ട് ദ പീപ്പിൾ. ജനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു ഈ ഡെവലപ്മെന്റ്, അതാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഡിസ്പ്ലേസ്മെന്റ് ഓഫ് പീപ്പിൾ ഫ്രം ദെയർ ലിവിങ് പ്ലേസസ്. എന്താണ്? ജനങ്ങള് അവര് താമസിക്കുന്ന സ്ഥലത്തുനിന്ന് പോവേണ്ടി വരും. അതായത് നമ്മൾ നേരത്തെ ക്രിറ്റിസിസം ഓഫ് ഡെവലപ്മെന്റിൽ പറഞ്ഞു അല്ലെ, ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ടാക്കി, അതുപോലെ എന്താണ് ഒരുപാട് ഡാമുകളൊക്കെ കെട്ടി. അങ്ങനെയൊക്കെ ഡാമുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തുണ്ടാവും? അവിടെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ടാവും. ഡാം എവിടെയാ ഉണ്ടാക്കുക? ഒരു നദിയിലായിരിക്കും. ആ നദിയുടെ കരയിൽ ജീവിക്കുന്ന ആൾക്കാർ മൊത്തം അവിടുന്ന് പോവേണ്ടതായിട്ട് വരും. അതുപോലെ ഒരു ഇൻഡസ്ട്രി, ഒരു എന്താണ് വ്യവസായം തുടങ്ങുകയാണ്. അപ്പൊ അവർക്ക് ഒരുപാട് സ്ഥലം ആവശ്യമുണ്ട്. അപ്പൊ അവിടെയുള്ള ആൾക്കാരെ കൂട്ടത്തോടെ മാറ്റി പാർപ്പിക്കേണ്ടതായിട്ട് വരും. ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് പീപ്പിൾ ഫ്രം ദെയർ ലിവിങ് പ്ലേസസ്. അവിടെ അത്രയും കാലം ജീവിച്ച ആൾക്കാരെ അവിടെ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യും, അവിടെ നിന്ന് മാറ്റി വേറൊരു സ്ഥലത്തേക്ക് ജീവിക്കാനുള്ള അവസ്ഥയുണ്ടാവും. അതിന്റെ കൂടെ തന്നെ പറയാണ് ലോസ് ഓഫ് ലൈവ്ലിഹുഡ്. ഫോർ എക്സാമ്പിൾ ദ സബ്മർജൻസ് ഓഫ് അഗ്രികൾച്ചർ ലാൻഡ് ഡ്യൂ ടു കൺസ്ട്രക്ഷൻ ഓഫ് ഡാംസ്. ആണ് ലോസ് ഓഫ് ലൈവ്ലിഹുഡ്. ജീവിക്കാനുള്ള വസ്തുവകകളൊക്കെ നഷ്ടപ്പെടുകയാണ്. അതായത് ഇപ്പൊ ഒരു കൃഷി ചെയ്യുന്ന കുടുംബമാണെന്ന് വിചാരിക്കുക, ഒരു പുഴയുടെ തീരത്ത് കൃഷി ചെയ്തും മീൻ പിടിച്ചൊക്കെ ജീവിക്കുകയാണ്. അവരെ അവിടെ ഡാം കെട്ടുന്നതുകൊണ്ട് അവിടുന്ന് ഒഴിവാക്കുകയാണ്. അങ്ങനെ സംഭവിക്കുന്നുണ്ടാവും, അവർക്ക് ചെയ്യാനുള്ള ജോലി നഷ്ടപ്പെടും അല്ലെ, അവരുടെ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ മൊത്തം ഇല്ലാണ്ടായി പോവും. ദ മൂവ്മെന്റ് ഓഫ് ഡിസ്പ്ലേസ്ഡ് പീപ്പിൾ ടു അർബൻ ഏരിയാസ് ലീഡിങ് ടു ദ ഗ്രോത്ത് ഓഫ് സ്ലംസ്. അതിനു മുമ്പ് വേറൊരു കാര്യം കൂടി പറയട്ടെ. ലോസ് ഓഫ് ട്രഡീഷണൽ സ്കിൽ. എന്താണ് ലോസ് ഓഫ് ട്രഡീഷണൽ സ്കിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഓരോ വ്യക്തികൾക്കും ട്രഡീഷണൽ ആയിട്ട് കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇപ്പൊ ഓരോ വിഭാഗത്തിന് ഓരോ തൊഴിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ കടൽ തീരത്ത് താമസിക്കുന്നവരാണെങ്കിൽ മത്സ്യം വിൽക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അതേസമയം എന്താണ് മറ്റു ജോലികൾ ഏർപ്പെടുന്നവരുണ്ടാവും, നെയ്ത്ത് ജോലി ചെയ്യുന്നവരുണ്ടാവും. അതുപോലെ ഓരോ വിഭാഗത്തിനും ഓരോ ജോലിയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ട്രഡീഷണൽ സ്കില്ലൊക്കെ മാറിയിട്ട് ആളുകൾ കൂടുതലായിട്ട് എന്തിലേക്ക് മാറും? ഇങ്ങനെയുള്ള ഇൻഡസ്ട്രീസിലൊക്കെ മാറും. അപ്പൊ അവരുടെ ആ ഒരു ട്രഡീഷണൽ സ്കില്ല് നഷ്ടപ്പെടും. അടുത്തെന്ന് പറയുന്നത് മൂവ്മെന്റ് ഓഫ് ഡിസ്പ്ലേസ്ഡ് പീപ്പിൾ ടു അർബൻ ഏരിയാസ് ലീഡിങ് ടു ദ ഗ്രോത്ത് ഓഫ് സ്ലം. എന്താ ഇൻഡസ്ട്രീസ് വരുമ്പോൾ അങ്ങോട്ടേക്ക് ഒരുപാട് ആൾക്കാർ ജോലിക്ക് വേണ്ടി പോകും. അപ്പൊ ജോലിക്ക് വേണ്ടി പോകുമ്പോൾ അവർ ഒരു ചെറിയ ഇടുങ്ങിയ സ്ഥലമാവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മുംബൈ എന്നുള്ള നഗരം അല്ലെ, മഹാരാഷ്ട്രയിലെ മുംബൈ എന്നുള്ള നഗരം, അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇൻഡസ്ട്രീസ് ഉള്ള ഒരു നാടാണ്. ഒരുപാട് വ്യവസായങ്ങൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ സ്ലമ്മുകൾ, ചേരികൾ വളരെയധികം കൂടുതലാണ്. ചേരികൾ നിങ്ങൾക്ക് അറിയാലോ, ധാരാവി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അത്തരത്തിലുള്ള ചേരികൾ അവിടെ ഫോം ചെയ്യും.
അപ്പൊ അങ്ങനെ ഫോം ചെയ്യുമ്പോൾ എന്താവും, കൂടുതലായിട്ടും അവർ വളരെ മോശപ്പെട്ട സാഹചര്യത്തിൽ ചെറിയ ഇടുങ്ങിയ സ്ഥലത്തൊക്കെ ഒരുപാട് ആൾക്കാർ താമസിക്കേണ്ടി വരും. മനസ്സിലായല്ലോ? ഇതൊക്കെ സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് അഡ്വേഴ്സ് ഇമ്പാക്ട് ഓൺ കൾച്ചർ. എന്താണ്, കൾച്ചറിനെ ഒരുപാട് ബാധിക്കും. ഫോർ എക്സാമ്പിൾ ഡ്യൂ ടു റീലൊക്കേഷൻ ഓഫ് ട്രൈബൽസ് ഫ്രം ദെയർ ട്രഡീഷണൽ ഹാബിറ്റാറ്റ്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ആദിവാസി വിഭാഗങ്ങൾ. നമ്മൾ അവര് താമസിക്കുന്ന ഏരിയയിൽ നിന്നും അവരെ മാറ്റി വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ എന്തുണ്ടാവും, അവരുടെ കൾച്ചർ, അവരുടെ വിശ്വാസങ്ങളൊക്കെ ആ സ്ഥലത്തെ ചുറ്റിപ്പറ്റിയായിരിക്കും ഉണ്ടാവുക. അപ്പൊ അവരുടെ ക്ഷേത്രങ്ങള്, അവരുടെ വിശ്വാസങ്ങള്, ഇതൊക്കെ എന്താവും, കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാണ്ടായി പോകും. അതാണ് അഡ്വേഴ്സ് ഇമ്പാക്ട് ഓൺ കൾച്ചർ. അപ്പൊ സോഷ്യൽ കോസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് എഴുതേണ്ടത്? ഡിസ്പ്ലേസ്മെന്റ് ഓഫ് പീപ്പിൾ ഫ്രം ദെയർ ലിവിംഗ് പ്ലേസസ്, അതുപോലെ ലോസ് ഓഫ് ലൈവ്ലിഹുഡ്, ലോസ് ഓഫ് ട്രഡീഷണൽ സ്കിൽ, മൂവ്മെന്റ് ഓഫ് ഡിസ്പ്ലേസ്ഡ് പീപ്പിൾ ടു urban ഏരിയാസ് ലീഡിംഗ് ടു ഗ്രോത്ത് ഓഫ് സ്ലം, ആൻഡ് ഓൾസോ അഡ്വേഴ്സ് ഇമ്പാക്ട് ഓൺ കൾച്ചർ. ഓക്കെ, ഇത്രയാണ് പറയുന്നത്. അടുത്തത് എൻവയോൺമെന്റൽ കോസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ്. അപ്പൊ മനുഷ്യന്മാരെ ബാധിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും സമയം പറഞ്ഞത് അല്ലെ, സൊസൈറ്റീനെ ബാധിക്കുന്ന കാര്യങ്ങൾ. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് പ്രകൃതിയെ എങ്ങനെയാണ് ഈ ഡെവലപ്മെന്റ് ബാധിക്കുന്നതെന്നാണ്. വികസനം വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന വാക്കാണ് അത് പ്രകൃതിയെ ഒരുപാട് ബാധിക്കുന്നുണ്ട് എന്ന്. സോ ഇറ്റ് മീൻസ് ഹൗ ടു എഫക്ട് ദ എൻവയോൺമെന്റ്. പ്രകൃതിയെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഇസ് എയർ പൊല്യൂഷൻ അല്ലേ. എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വായു മലിനീകരണം. നമ്മുടെ ഈ ശ്വസിക്കുന്ന വായു പൊല്യൂട്ടഡ് ആവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരുപാട് വാഹനങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ വാഹനങ്ങളിൽ നിന്നുള്ള പുകയൊക്കെ കൊണ്ടെന്തുണ്ടാവും, അവിടെ എയർ പൊല്യൂഷൻ വളരെയധികം ഉണ്ടാവും. കാരണം എന്താണ്? മാത്രമല്ല എന്തുണ്ടാവും, അവിടെ ഉള്ള മരങ്ങളൊക്കെ വെട്ടുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഓക്കെ, ഇന്ത്യയിൽ തന്നെ പല പ്രദേശങ്ങളും എയർ പൊല്യൂഷന്റെ കേന്ദ്രങ്ങളാണ്. സോ നെക്സ്റ്റ് വൺ ഇസ് വാട്ടർ പൊല്യൂഷൻ അല്ലെ. ഇപ്പൊ ഇൻഡസ്ട്രീസ് നിന്ന് ഒഴുക്കുന്ന വെള്ളം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തുണ്ടാക്കും, കൂടുതലായിട്ട് വെള്ളം മലിനീകരണത്തിന് കാരണമാവും. നമ്മൾ വേസ്റ്റ് ഒക്കെ കൊണ്ടുപോയി പുഴയിലും നദിയിലൊക്കെ തട്ടുകയാണെങ്കിൽ എന്തുണ്ടാവും, അവിടെ വാട്ടർ പൊല്യൂഷൻ ഉണ്ടാവും. വാട്ടർ പൊല്യൂഷൻ വഴി നമുക്ക് ഒരുപാട് ഡിസീസസ് വരും. സോ ഇതൊക്കെ എൻവയോൺമെന്റൽ കോസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. അടുത്തതെന്ന് പറയുന്നത് ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിംഗ് എന്താണ്? ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ ഹൈ റൈസിംഗ് ടെമ്പറേച്ചർ ഡ്യൂ ടു ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഗ്രീൻ ഹൗസസ് ഗ്യാസസ് ആയിട്ടുള്ള ഹരിതഗൃഹ വാതകങ്ങൾ പുറത്തേക്ക് വരുന്നതുകൊണ്ട് നമ്മുടെ ടെമ്പറേച്ചർ കൂടും അല്ലേ. സാധാരണ നമ്മൾ ഒരു മാർച്ച് മാസത്തിലുള്ള ചൂടിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ചൂട്. കാരണം എന്താണ്? ഈ ഗ്രീൻ ഹൗസസ് ഗ്യാസസ് ഇല്ലാത്ത അവസ്ഥയുള്ളതുകൊണ്ടാണ്. സോ അടുത്തത് ഓസോൺ ഡിപ്ലീഷൻ, അതായത് ഓസോൺ പാളിക്ക് വിള്ളൽ സംഭവിക്കുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വിഷയമാണ്. അടുത്തതെന്ന് പറയുന്നത് സോയിൽ പൊല്യൂഷൻ. സോയിൽ പൊല്യൂഷൻ എങ്ങനെയാ ഉണ്ടാവുക? സോയിൽ പൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുമ്പോഴാണ്. അതായത് പലതരത്തിലുള്ള എന്തൊക്കെയുണ്ട്, പലതരത്തിലുള്ള കീടനാശിനികൾ യൂസ് ചെയ്യുമ്പോൾ അത് മണ്ണിനെ ഒരുപാട് ദോഷകരമായിട്ട് ബാധിക്കും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഡിസ്ട്രക്ഷൻ ഓഫ് ബേർഡ്, അനിമൽ ആൻഡ് പ്ലാന്റ് ലൈഫ്. അതായത് നമ്മൾ മരങ്ങള്, കാടുകളൊക്കെ വെട്ടിത്തെളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇപ്പൊ കാടൊക്കെ വളരെ കുറവാണ്. അതുപോലെ മരങ്ങളൊക്കെ ടൗണിലൊക്കെ ആണെങ്കിലും മരങ്ങളൊക്കെ വളരെ കുറവാണ്. കാരണം എന്താ? അതിൽ ഒരുപാട് പക്ഷികളൊക്കെ കൂട് വെക്കും. ഇതൊക്കെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പക്ഷി വർഗം തന്നെ ഇല്ലാണ്ടായിക്കൊണ്ട് വരികയാണ്. പണ്ടൊക്കെ നമ്മളൊരു കുഞ്ഞു കുരുവി കാണും അല്ലെ, കടയിലൊക്കെ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കുഞ്ഞു കിളി ഉണ്ടാവും. ആ കിളികളൊക്കെ ഇന്ന് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? ഈ നമ്മുടെ ഈ ഫോണിന്റെ റേഡിയേഷൻ, ടവറുകളിൽ നിന്നുള്ള റേഡിയേഷൻ, ചൂട്, ഇതൊക്കെ കാരണം ഇത്തരത്തിലുള്ള പക്ഷികൾ കൂടുതലായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അടുത്തത് ഇതുപോലെ തന്നെയാണ് അനിമൽസ്. നമ്മൾ റെഡ് ബുക്ക് ഒക്കെ കേൾക്കാറില്ലേ? റെഡ് ബുക്കിലൊക്കെ ഓരോ ജീവിയുടെയും പേര് ഇന്ന് കൂടിക്കൊണ്ട് വരികയാണ്. അതുപോലെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിഫോറസ്റ്റേഷൻ. ഡിഫോറസ്റ്റേഷൻ എന്താണ്? കാട് നശിപ്പിക്കുക. കാട് നശിപ്പിക്കുന്നതിലൂടെ എന്തുണ്ടാവും? ജലത്തിന്റെ കുറവുണ്ടാവും, അതുപോലെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ. പിന്നെ എന്ന് പറയുന്നത് റെക്ലെസ് യൂസ് ഓഫ് നോൺ റിന്യൂവബിൾ റിസോഴ്സ് ആൻഡ് ദി കോൺസിക്വന്റ് ഡാമേജ് ടു ദി എക്കോസിസ്റ്റം. അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഫോർ ഗ്യാസ്, പെട്രോൾ, ഡീസൽ തുടങ്ങിയതൊക്കെ ഒരു തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ നോൺ റിന്യൂവബിൾ എനർജീസ് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന വഴിയും പ്രകൃതിക്ക് ഒരുപാട് ദോഷം സംഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇതാണ് ഇത് ഒരുപാട് കോസസ്, വലിയ എന്താണ്, ഇതുകൊണ്ട് വളരെയധികം നഷ്ടം നമുക്ക് ഉണ്ടാവും. ഓക്കെ, ഇത് മനസ്സിലാക്കി വെക്കുക. അടുത്ത നമ്മൾ പറയുന്നത് അസസിങ് ദി ഡെവലപ്മെന്റ് ആണ്. അതിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാല്
to avoid the lifestyle related to positively affected to environment. അതായത് നമ്മൾ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഡെവലപ്മെന്റ് ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. ഒന്നാമത്തെ കാര്യം അതാണ്. എന്ത് ചെയ്യുക, ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഇങ്ങനെ എൻവയോൺമെന്റ് ഒക്കെ പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും, നമുക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവില്ല. നല്ല വായുവും ഒന്നും ഇല്ലാണ്ട് എങ്ങനെയാണ് നമുക്ക് ജീവിക്കാൻ പറ്റുക? സോ നമ്മുടെ ലൈഫ് സ്റ്റൈൽ എപ്പോഴും നല്ല രീതിയിൽ ആക്കാൻ വേണ്ടി ശ്രമിക്കാം. അതുപോലെ സോളാർ എനർജി അല്ല, സോളാർ എനർജി ഒക്കെ ഉണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുക. സോളാർ എനർജി, വിൻഡ് എനർജി, ന്യൂക്ലിയർ എനർജി ഒക്കെ പകരമായിട്ട് നമ്മൾ സോളാർ, സൂര്യന്റെ ചൂടിലൊക്കെ ഉള്ള ഇതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ഫോർമേഷൻ ഓഫ് സ്മോൾ സ്കെയിൽ ഇറിഗേഷൻ ഫെസിലിറ്റി, ചെറിയ രീതിയിലുള്ള ഇറിഗേഷൻ പ്രോജക്റ്റുകളൊക്കെ നടത്തുക. അതുപോലെ റെയിൻ ഹാർവെസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. റെയിൻ ഹാർവെസ്റ്റിംഗ് ഒക്കെ നടത്തുക. അതുവഴി എന്തുണ്ടാവും, കൂടുതൽ വെള്ളം സംരക്ഷിക്കാനൊക്കെ നമുക്ക് പറ്റും. എന്ന് പറയുന്നത് ദ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്. നമ്മൾ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട് കൃഷി ചെയ്യുമ്പോൾ. അതൊക്കെ മാറ്റിയിട്ട് ജൈവ രീതിയിലുള്ള കൃഷി നടത്താൻ വേണ്ടി ശ്രമിക്കുക. അതായത് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്, ഇപ്പോൾ എന്താണ് ചാണകവളോ, അതുപോലെ എന്താണ് പലതരത്തിലുള്ള വളങ്ങളുണ്ട്, വെളുത്തുള്ളി കഷായം, ഇങ്ങനെയൊക്കെയുള്ള യൂസ് ചെയ്യുക. അല്ലാണ്ട് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യാണ്ടിരിക്കുക. അതുപോലെ പേപ്പർ ബാഗുകൾ യൂസ് ചെയ്യുക, പ്ലാസ്റ്റിക്കുകളുടെ ഉപയോഗം കുറക്കുക. ഇതൊക്കെ വഴി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ കുറക്കാൻ വേണ്ടി സാധിക്കും. എന്താണ്, പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അല്ലെ, അതൊക്കെ കുറക്കാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് എന്താണ്, ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷൻ. ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷൻ എന്താണ്? ഇൻ ഡെമോക്രസി ദ കോൺട്രവേഴ്സ്യൽ ഇഷ്യൂസ് ആർ ഡിസ്കസ്ഡ് ആൻഡ് ഡിബേറ്റഡ് എമംഗ് ദ പീപ്പിൾ ഇൻവോൾവ്ഡ് ഇൻ പൊളിറ്റിക്കൽ പ്രോസസ്. ഇപ്പൊ ജനാധിപത്യത്തിന്റെ കാര്യം എന്താണ്? ഇതിൽ നമുക്ക് എന്താണ്, ജനാധിപത്യമാണ് എല്ലാം തീരുമാനിക്കുന്നത് അല്ലെ. അപ്പൊ ജനാധിപത്യത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതായത് ഈ ഒരു വിഷയത്തിൽ എന്ത് ചെയ്യാം, ആളുകൾ പൊളിറ്റിക്കൽ പ്രോസസ്സിലൂടെ ഡിസ്കസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. Some decisions are taken top and implemented without consulting the beneficiaries. അത് ചില തീരുമാനങ്ങൾ എന്ത് ചെയ്യും, മറ്റുള്ളവരോട് അന്വേഷിക്കാണ്ട് പോലും നടപ്പിലാക്കാറുണ്ട്. അതുപോലെ the alternate concept of development demand for getting a better life, people should have participation in development planning. അതായത് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ ജനങ്ങളെയും കൂടി ഉൾപ്പെടുത്തുക. കാരണം എന്താണ്, ജനങ്ങളും അതിന്റെ ഭാഗമാണ്. അപ്പൊ ജനങ്ങളുടെയും കൂടി ജീവിതം വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ എപ്പോഴും ഇത്തരത്തിലുള്ള പ്ലാനിങ് നടത്തുമ്പോൾ ദ പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ മസ്റ്റ് ബി ദെയർ. ഓക്കെ, ഇറ്റ് ഈസ് പ്രപ്പോസ്ഡ് ദാറ്റ് ദ പീപ്പിൾ ഷുഡ് ബി കൺസൾട്ടഡ് വെനെവർ ദ ഡിസിഷൻ വിച്ച് എഫക്റ്റഡ് ദ പീപ്പിൾ ആർ ടേക്കൺ. ഇപ്പൊ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നം ആയതുകൊണ്ട് എപ്പോഴും ജനങ്ങളെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ദ പോപ്പുലർ പാർട്ടിസിപ്പേഷൻ ഈസ് ഫോർമുലേറ്റിംഗ് ഓഫ് പ്രൊജക്ട് to help the use of resource of benefit of the people. Popular participation in formulating project help to use resources of benefit of people. അതായത് പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. അങ്ങനെ നടത്തുമ്പോൾ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുകയാണെങ്കിൽ അത് എത്രത്തോളം ജനങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ നല്ല രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാന്നുള്ള ചർച്ച നടക്കുകയും ചെയ്യും. If the people are given participation in planning and development projects, tradition and modern technology can be effectively used. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ജനങ്ങളെ കൂടുതൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ആ ഒരു ഏരിയയെ കുറിച്ചും അതുപോലെ അത്തരത്തിലുള്ള ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നമുക്ക് നല്ല രീതിയിൽ എഫക്റ്റീവ്ലി യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോ പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ ലാസ്റ്റ് ഇതിൽ പറയുന്നത് ഐഡിയ ഓഫ് ഡെവലപ്മെന്റ് റെഫേഴ്സ് ടു ദ ഡിസയർ ഓഫ് എ ബെറ്റർ ലൈഫ് എന്നാണ്. അതായത് കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സങ്കല്പവുമായി ബന്ധപ്പെട്ടതാണ് വികസനം എന്നുള്ള ആശയം. ഓക്കെ, അപ്പൊ വികസനം എന്ന് പറഞ്ഞാൽ എന്താണ്, നല്ലൊരു ജീവിതത്തിലുള്ള ഒരു അവസരമാണ്. സോ അതാണ് ആ ഒരു ഡിസയർ ആണ് ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഇതോടുകൂടി നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആവുകയാണ്. താങ്ക് യു.